ഫസ്റ്റ് പാട്ട് ഒരു സാധാരണ നമ്മുടെ തെലുങ്ക് ആക്ഷൻ പടത്തിൽ നിന്നുണ്ടാവുന്ന എല്ലാ ചേരുവകളും ഉള്ളതാണ്. ജൂനിയർ NTRൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ അച്ഛനായും മകനായുള്ള 2 ഗെറ്റപ്പിലാണ് പുള്ളി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഈ പടത്തിന് ആക്ഷൻ രംഗങ്ങൾ എലിവേറ്റ് ചെയ്ത് അനിരുദ്ധിൻ്റെ അനിരുദ്ധിൻ്റെ BGM ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള സീനുകൾ പോലും BGM കൊണ്ട് അനിരുദ്ധ് ഗംഭീരമാക്കിയിട്ടുണ്ട്. പടം ഞാൻ കണ്ടു, ദേവര ഞാൻ കണ്ടു. പിന്നെ തെലുങ്ക് ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ജൂനിയർ NTRനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മലയാളികൾക്ക് ഇനി ഈ പടത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നില്ല എനിക്ക് പൂർണ്ണ രൂപമൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ BGM അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ അവർ പറയട്ടെ, പ്രേക്ഷകർ പറയട്ടെ. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് അങ്ങനെ പറഞ്ഞ് ഒരു പടത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ എപ്പോഴും ഒരു സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സിനിമയെ ഞാൻ ഒരിക്കലും നശിപ്പിക്കില്ല. എനിക്കിനി അതിനകത്തൊന്നും നേടാനുമില്ല. കാരണം പക്ഷേ മലയാളികൾ പറയട്ടെ, അവർ കണ്ടിട്ട് പറയട്ടെ. കാരണം നല്ല മൂവിയാണ്, കൊള്ളാം, കണ്ടിരിക്കാം. നമുക്ക് ഗ്രാഫിക്സൊക്കെ കൊള്ളാം, ഫൈറ്റ്സൊക്കെ കൊള്ളാം. സെക്കൻഡ് പാർട്ട് വേറൊരു മൂവിയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ആ മൂവി വലുപ്പടുത്തല്ല, നല്ലതാണ്. പക്ഷെ കണ്ടിരിക്കാം. മാസ് എൻ്റർടൈൻമെൻ്റ് ആണ്, കൊള്ളാം. എല്ലാവരുടെ ആക്ടിങ്ങൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്ലൈമാക്സ് വേറൊരു മൂവിയായിട്ടൊരു സാമ്യമുണ്ട്. പക്ഷെ ആ മൂവി ഞാൻ വെളിപ്പെടുത്തല്ല, കൊള്ളാം. നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവരും. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് പൊളിച്ച് ഒരു സൂപ്പർ സ്റ്റാർ പടം കാണാൻ നമുക്ക് എന്ത് കിട്ടും അത് തന്നെ കിട്ടുള്ളൂ. ഒരു സൂപ്പർ സ്റ്റാർ പടം കാണാൻ പോകുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷനിൽ പോയി കാണാം. അതിന് ഭയങ്കര വലിയ സംഭവം എക്സ്പെക്ട് ചെയ്ത് പോയി കാണാൻ പറ്റില്ല. ഒരു NTR ഷോ, പിന്നെ നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല സോങ്സ് ആയിരുന്നു, പിന്നെ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. You have to watch it, bro. That first half is average, but second half is very good, and last 30 minutes of a film is you have to definitely watch it just for the graphics or entire performance is too good. And there is a twist in the climax last, and waiting for part 2. It's a very good. Anirudh, you have to mention Anirudh. That BGM is excellent one. You have to watch it definitely. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് പാർട്ട് എന്ന രീതിയിലാണ് ഈ കഥ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കടൽ തീരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളും അവരുടെ കഥയാണ് പറയുന്നത്. തികച്ചും സാങ്കല്പികമായ ഒരു കഥ. സാധാരണ നമ്മൾ തെലുങ്ക് പടത്തിൽ ഇപ്പോൾ പുഷ്പയൊക്കെ കാണുന്ന ആ ഒരു കാട്ടിൽ സെറ്റ് ചെയ്ത പോലെ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ മൂഡിലുള്ള പടമാണ്. ആക്ഷൻ രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ സെയ്ഫ് അലി ഖാൻ്റെ വില്ലൻ വേഷവും വില്ലന്മാരുടെ കൂട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഷൈൻ ടോം ചാക്കോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സുദേവ് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ തെലുങ്ക് പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആക്ഷൻ പടത്തിൻ്റെ മൂഡിലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ചിത്രമാണ് ദേവര പാർട്ട് 1. 1000 കോടി 2 ദിവസത്തിനുള്ള അടിക്കുന്ന രീതിയിലൊക്കെയാണ്. അല്ല, ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഹൈപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ആക്ഷൻ പടത്തിനുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. 1000 കോടി എത്തില്ലെങ്കിലും ഈ ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ കളക്ഷൻ നന്നായിട്ട് കയറും എന്നുള്ളതാണ്. കാരണം ഫാൻസിന് ഇഷ്ടപ്പെടുന്ന മൊമെൻറ്റ്സ് എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. കാരണം നമുക്കിപ്പോൾ നമ്മുടെ മലയാളി ഓഡിയൻസ് നമ്മുടെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അവരുടെ ആ ഒരു കളക്ഷനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് ഇവിടുത്തെ ഒരു ആക്ഷൻ സിനിമയുടെ മൂഡിലല്ലല്ലോ അവിടുത്തെ ആക്ഷൻ പടങ്ങൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഡേ അവരുടെ ക്രൗഡിന് ഇരുന്ന് കൂടെ കണ്ടപ്പോഴുള്ള ആ ഒരു ക്രൗഡിൻ്റെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ആന്ധ്രയിലും അങ്ങനെയുള്ള കേരളത്തിന് പുറത്തൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഗംഭീര വിജയത്തിലേക്ക് എത്തേണ്ട സിനിമയാണ് ദേവര എന്നാണ് തോന്നുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നിടത്ത് നമ്മൾ കണ്ടുമറന്ന വേറൊരു ഹിറ്റായ പടത്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള എൻട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സാമ്യതകൾ കൊള്ളാം, ചില സീനുകൾ ഒഴിവാക്കാമെന്ന് തോന്നി. എന്നാലും ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 1 ടൈം വാച്ചബിൾ എന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂലോ പല അന്യഭാഷ ചിത്രങ്ങളും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലോ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരുന്നതാണ്. അതുപോലെയാണത്. അല്ല, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ പടങ്ങൾക്കൊക്കെ ഒരേ ടെംപ്ലേറ്റ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സാധാരണ തെലുങ്ക് പടങ്ങളെ പോലെ തന്നെയാണ്. കാരണം ഒരു അമാനുഷികമായ ഹീറോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മലയാളി പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് അവരുടെ കളക്ഷനോ അവരുടെ ടേസ്റ്റോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനത്തെ കാലങ്ങളായി ഇങ്ങനത്തെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ലെവൽ ഓഫ് മലയാളം സിനിമയുടെ ഇപ്പോഴത്തുള്ള ഒരു ലെവൽ വെച്ചിട്ട് തീരെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു മൂവിയാണ് ദേവര. പക്ഷേ ഒരു ആക്ഷൻ ഫിലിം ഇതിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കുള്ളൂ. മാസമായിട്ടുള്ള ലോജിക്ക് ഒട്ടുമില്ലാത്ത ഒരുപാട് അമാനുഷികനായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം പക്ഷേ സെൻറ്റിമെൻ്റൽ സീനുകളിലൊക്കെ ജൂനിയർ NTR നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇപ്പോൾ ജനതാ ഗാരേജാണ്, അങ്ങനെയുള്ള RRR ആണെങ്കിൽ നമുക്കറിയാം ആളൊരു കേപ്പബിളായുള്ള ആക്ടറാണ്. പക്ഷേ ആക്ടിങ് സ്കിൽസിലുപരി പുള്ളിയുടെ മാസ് എലിവേഷൻ സീനുകൾ കൂടുതലായി യൂസ് ചെയ്തിട്ട് ഫാൻസിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റ് എന്ന രീതിയിലാണ് ദേവര പാർട്ട് 1 ട്രീറ്റ് ചെയ്തിരിക്കുന്നത്.
Super. Why did Vara kill Devara?